അപ്പോൾ അങ്ങനെ മലയാള സിനിമയിൽ ഹരിശ്രീ അശോകന് ശേഷം ഒരു നടൻ താടി ഒന്ന് വടിച്ച് കണ്ടാൽ കൊള്ളാം എന്ന് മലയാളികൾ ഇതുപോലെ ആഗ്രഹിച്ചിട്ടുള്ള വേറൊരു സാഹചര്യമില്ല. അപ്പോൾ 2026 അത് സംഭവിച്ചിരിക്കുകയാണ്. 2018 ഒടിയന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ താടി ക്ഷൗരം ചെയ്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവം ഉണ്ടായതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ താടിവടി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ഫാൻസ് ഉണ്ട്. അപ്പോൾ ആ ആളുകളോട് പറയാനുള്ളത്, ഈ 2018 അല്ലെങ്കിൽ ഒടിയൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ലാലേട്ടനിൽ നിന്നും എന്തോ ഭയങ്കരമായിട്ടുള്ള മാറ്റമൊക്കെ വന്ന് ആ പഴയ ലെജൻഡായിട്ടുള്ള ലാലേട്ടൻ്റെ ഫിഗർ തിരിച്ച് കിട്ടി. ഹീസ് ബാക്ക്, കിങ് ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആളുകൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ നിർത്തിയിട്ട് പോന്നേ അവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റമൊന്നും ലാലേട്ടന് സംഭവിച്ചിട്ടില്ല. ഒരു മിന്നായം പോലെ താടി ഷേവ് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തി എന്നുള്ളതല്ലാതെ ആ പഴയ ലാലേട്ടൻ്റെ പരിപാടിയും സെറ്റപ്പും ഒന്നും ഈ മുഖത്ത് നിന്ന് ഇനി പ്രതീക്ഷിക്കരുത്. ഇനി ലാലേട്ടനിൽ നിന്ന് ആ ഒരു സാധനം കിട്ടുമെന്നും വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കണ്ട. നമ്മൾ കണ്ട് ശീലമായതുകൊണ്ട് ഇപ്പോൾ താടി വടിച്ച ആ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി കൂടുതൽ വീഡിയോസ് വരുമ്പോഴും അല്ലെങ്കിൽ സിനിമയിലെ സീനുകൾ വരുമ്പോഴും ഈ പരിപാടിയുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അപ്പോൾ ആ സമയത്ത് വിഷമിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കാതെ ഇത് വെച്ച് ബാക്കിയുള്ളവർ ട്രോളാതെ, എവിടെയാ ലാലേട്ടൻ്റെ താടിയെ പറഞ്ഞവരെവിടെ, നീ എന്നെ സുധ പറയുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് അങ്ങോട്ട് നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. ആ പഴയ ലാലേട്ടൻ വേ, ഈ ലാലേട്ടൻ റേ. അപ്പോൾ അത് കിട്ടി എന്നൊന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കളയല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ലാലേട്ടൻ എന്താണെന്ന് അറിയില്ല എന്നാണ് അർത്ഥം.